സഭ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പുറത്ത് വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. സഭാ ഗേറ്റിന് പുറത്ത് ബാനറുമായാണ് പ്രതിപക്ഷം എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസാരിക്കുന്നുണ്ട്. അപകടകരമാണ്. അപ്പോൾ ആ പ്രതികൾ CPM-ന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രതികളാണ്, സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രതികളാണ്. സർക്കാർ തന്നെ തകർന്നു വീഴും എന്നുള്ള സ്ഥിതിയിലേക്ക് ആ പ്രതികൾക്ക് നേരെയുള്ള അന്വേഷണം കടന്നുപോയാൽ പോകും. ആ തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഞാൻ വീണ്ടും ആവർത്തിച്ച്, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ അനധികൃതമായ ഇടപെടലുകൾ നടത്തുകയാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രതികളും, ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച പ്രധാനപ്പെട്ട പ്രതികൾ വരെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തു വരുന്നത്. ഒരു അന്വേഷണവും ഒരു തരത്തിലും നടക്കുന്നില്ല. കാരണം തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല, തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. അവസാനം ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞെട്ടിച്ച, കേരളത്തിന് അപമാനകരമായ ഈ ഒരു സംഭവത്തിൽ ആരോരുമില്ലാതെ, ഒരു അന്വേഷണം ഒരു സ്ഥലത്തും എത്താതെ ഇത് അവസാനിപ്പിക്കുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രതിപക്ഷം സഭയ്ക്കകത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നു, പക്ഷേ സർക്കാരും അതേ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ നേരിട്ടത് 5 മന്ത്രിമാരാണ്. അല്ല, അത് അവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, അത് അവർ എത്രമാത്രം പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ആ മന്ത്രിമാരെ ആരോപിച്ചത് എനിക്ക് മാത്രം സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി, പ്രതിപക്ഷത്തെ അംഗങ്ങൾക്ക് സംസാരിക്കാൻ ഉണ്ടാക്കിയില്ലെന്ന്. ഞങ്ങളെ UDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുടി സാഹിബ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഈ സമരം. വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് ഞങ്ങൾ ഒരുമിച്ച് നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ ഐക്യവും ടീം UDF-നെയും കണ്ട് അസൂയ പൂണ്ടിട്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. മാത്രമല്ല, മന്ത്രിമാര് ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും, നിലവാരം കുറഞ്ഞ പ്രയോഗങ്ങളാണ് നടത്തിയത്. ഞാനൊരു മന്ത്രിയുടെ വകുപ്പ് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്ലിപ്പ് ഉണ്ടായി. അതിന് എൻ്റെ സമനില തെറ്റിയെന്നും എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ ഒരു മന്ത്രിമാരും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ MLA-മാരെയോ ഇതുപോലെ അധിക്ഷേപിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. എന്നിട്ട് സ്പീക്കർ അവർക്ക് എല്ലാ അവസരം കൊടുക്കുകയാണ്. അവർ പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണ്. നിങ്ങൾ അതിൻ്റെ റെക്കോർഡ്, അസംബ്ലിയിൽ നിന്ന് തരുന്ന റെക്കോർഡ് നോക്കിയാൽ മതി. ഞാൻ പോലും സംസാരിക്കുമ്പോൾ നിരവധി പ്രാവശ്യം ഇടപെടുന്ന സ്പീക്കർ, മന്ത്രിമാര് തുടർച്ചയായി 5 മന്ത്രിമാർക്ക് ഇന്നലെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ എന്നെ അധിക്ഷേപിക്കാൻ, പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാൻ ക്വസ്റ്റ്യൻ അവറിൽ അവസരം കൊടുക്കാൻ, ചോദ്യോത്തര വേളയ്ക്ക് 0 അവറിലല്ല, ക്വസ്റ്റ്യൻ അവറിൽ ചോദ്യോത്തര വേളയിൽ ചോദ്യോത്തരം മാത്രമേ ഉള്ളൂ, ഉത്തരം പറയുക പോലും അല്ല മന്ത്രിമാർ. അവർക്ക് മൈക്ക് കൊടുത്തിട്ട് അവര് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ഒരു കാലത്തും ഈ നിയമസഭാ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, ഭ്രാന്താണെന്ന് പറയുക, സമനില തെറ്റിയെന്ന് പറയുക. ഞങ്ങൾ എത്രയോ പ്രതിപക്ഷ നേതാക്കളും ഞങ്ങൾ നിയമസഭയിൽ കണ്ടിട്ടുണ്ട്. വളരെ മോശമായി ശ്രീ V.S. അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സഭ ഒരിക്കലും സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ സ്പീക്കർ പറഞ്ഞ അത്രയും സംഘർഷം നിയമസഭയിൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. 2 മെമ്പർമാർ ചാടിക്കയറി ഡയസിലേക്ക്. അത് വാച്ച് ആൻഡ് വാർഡ് ഞങ്ങളുടെ ബാനർ പിടിച്ചു വാങ്ങിയതിലാണ്. ഒരിക്കലും പിടിച്ചു വാങ്ങിയിട്ടില്ല ഇവിടെ ഇതിനു മുമ്പ്. വാച്ച് ആൻഡ് വാർഡിനോട് എന്നിട്ട് സ്പീക്കർ തന്നെ വിലക്കിയാണ് നിങ്ങൾ ചെയ്യുന്നത് അധികമാണെന്നുള്ള മട്ടിൽ സ്പീക്കർ വിലക്കിയിട്ട് പോലും ഈ വാച്ച് ആൻഡ് വാർഡ് ഇത് പിടിച്ചു വാങ്ങിക്കുകയാണ്. അപ്പൊ പ്രകോപനം ഉണ്ടാക്കിയത് വാച്ച് ആൻഡ് വാർഡാണ്. ആദ്യം സ്പീക്കർ നിർദ്ദേശിച്ചു, പിന്നെ സ്പീക്കർ പറഞ്ഞിട്ടും അവർ കേട്ടില്ല. അവരിപ്പോൾ ഞങ്ങൾ സമാധാനപരമായിട്ടല്ലേ സമരം നടത്തി. 5 കൊല്ലം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ എന്ത് അക്രമമാണ് നിയമസഭയിൽ കാണിച്ചിട്ടുള്ളത്? ആ അക്രമം കാണിച്ച ആളുകൾ അവിടെ ഇരുത്തിയിട്ട് തൊട്ടുപുറയിൽ ഇരിക്കുകയാണ്. ഈ പറയുന്നവരുടെ തൊട്ടുപുറയിൽ ഈ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാര്യങ്ങൾ ചെയ്ത ആളുകളെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് അവർ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ലേ?